ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്, പഴമാങ്ങ കറി അല്ലെങ്കിൽ പഴമാങ്ങ പച്ചടി എന്നൊക്കെ പറയും. സൂപ്പർ കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നാടൻ പഴമാങ്ങാക്കറി വെക്കുന്നതിന് നല്ല ചെറിയ നാടൻ മാങ്ങയാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ആദ്യമേ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിൻ്റെ പഴുത്ത തൊലി പൊളിച്ച് നമ്മൾ ഇതുപോലെ എടുക്കണം. കണ്ടില്ലേ, അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, അടിപൊളിയാണ്. പിന്നെ എന്നാ ചെയ്യണം, ചട്ടിക്കകത്തോട്ട് നെയ്യ് ഒഴിച്ച് അതൊന്ന് നല്ലതായിട്ട് വഴട്ടണം. അതാണ് ആ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന നെയ്ക്കകത്ത് മാങ്ങ നന്നായി വഴട്ടി ഇച്ചിരി നെയ്യ് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വഴട്ടി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിനകത്തോട്ട് അതിൻ്റെ വേകുന്നതിന് വേണ്ടി മാങ്ങ നന്നായി വേകുന്നതിന് ശർക്കര പാനി ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിരുന്നു, അത് അങ്ങോട്ട് ഒഴിക്കും. ഇച്ചിരി നല്ല കട്ടിയായിട്ടാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതായത് പറ്റി കുറുകണം, എന്നാലേ ഉള്ളൂ. ഇത് കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ കല്ലുകുട്ടി എൻ്റെ കൈ വന്നു കയറി. ക്യാമറ കണ്ടപ്പോൾ കാണിക്കുന്ന കണ്ടില്ലേ, കോഷ്ടിയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കറി വെച്ചിട്ട്. നമ്മൾ നോക്കിയിരിക്കുക, മാങ്ങയൊക്കെ കുറേ കഴിച്ചിട്ടിരിക്കും. നമുക്ക് കറി നോക്കാം. വേണ്ടേ, മാങ്ങ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലതായിട്ട് വെന്ത് കുറുകിയാലേ ഉള്ളൂ ആ ടേസ്റ്റ്. ആ നെയ്ക്കകത്ത് വാടിയപ്പോൾ തന്നെ മാങ്ങയുടെ മണമെന്ന് പറയുന്നതുണ്ടല്ലോ, അയ്യോ എൻ്റെ സാറ് അടിപൊളി മണമായിരുന്നു. അങ്ങനെ ഇതേടെ ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ്, നല്ലതായിട്ട് തിളച്ച് മറിയുന്നു, നല്ല സൂപ്പറായിട്ട് മറിയാണ്. നല്ല വെന്ത് കുറുകണം. ശർക്കരപ്പാനി നല്ല കറുത്ത് കളറാകുമ്പോഴത്തേക്കുമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങ മാത്രം അരച്ചാൽ മതി. വേറൊരു സാധനവും അതിൻ്റെ കൂടെ അരയ്ക്കരുത്. ഉള്ളിയോ ജീരകമോ അങ്ങനെ ഒരു സാധനവും അരയ്ക്കരുത്. അരച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അങ്ങനെ തന്നെ ഇത് കുറുകി വരുന്നുണ്ട്. മാങ്ങ നന്നായിട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇപ്പുറ വശം കൂടെ നന്നായിട്ട് വേഗം. വേണ്ട കറി നല്ല സൂപ്പറായിട്ട് പറ്റി കുറുകി, കണ്ടോ ആ ശർക്കരയുടെ കളറ് മാറിയത് കണ്ടോ. അങ്ങനെ ഈ പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് നല്ല മഷി പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ചേർക്കണം. ശകല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് മഷിയായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരപ്പും ശർക്കരപ്പാനി മാങ്ങാപ്പഴം എല്ലാം കൂടെ അങ്ങോട്ട് കൂടി ചേരണം. അത് നല്ലതായിട്ട് തിളച്ച് മറിയും. അന്നേരം നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്നും ചെയ്യരുത്, നെയ്ക്കകത്ത് തന്നെ നമ്മൾ കടുക് വറുക്കാൻ പോകുന്നത്. നെയ്യ് നല്ല ഇച്ചിരി ഏറെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒത്തിരി വാരിക്കോരി ഇടരുത്. നെയ്ക്കകത്തോട്ട് നമ്മൾ ഒത്തിരി ഉലുവ ഇടരുത്, ഒരു 2-3 ഉലുവ ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടെ ഇടുക. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കറിക്കകത്തോട്ട് ഇടണം. മുളക് ഉള്ളിയെല്ലാം നല്ലതായിട്ട് മൂത്ത് വരുന്നുള്ളൂ. ഈ കറി വെച്ചപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുവാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനത്തെ കറിയൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ കൂട്ടിയിട്ടുമില്ല, വീട്ടിൽ വെച്ചിട്ടുമില്ല. മുത്തശ്ശമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത്. ആ ഓർമ്മ എനിക്ക് വന്നു. അവിടെയാണ് ഇങ്ങനെ മാങ്ങാപ്പഴം പച്ചയായിട്ടും ഒക്കെ ചോറിൻ്റെ കൂടെ തൈരും മാങ്ങാപ്പഴമൊക്കെ കൂട്ടി കഴിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ നാടൻ ടേസ്റ്റി പഴമാങ്ങ പച്ചടി വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് ഇതുപോലത്തെ ടേസ്റ്റി നാടൻ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരും. ബൈ.